ഈ സമരത്തിന് വേണ്ടി കോഴിക്കോട് നിന്ന് ഇവിടെ വന്നതാണല്ലേ? ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ഡ്യൂട്ടി കളഞ്ഞിട്ട് ലീവ് എടുത്തിട്ടാണ് വരുന്നത്. ഒരുപാട് പണിയുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെത്തോളജി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റ്. അത് ഇറ്റ് കേറ്റേഴ്സ് ടു സോ മെനി പേഷ്യൻസ്. ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ എല്ലാ ഡോക്ടർമാരും എല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് സ്കിൽഡ് ആണ് ഞങ്ങളുടെ എല്ലാ ഡോക്ടേഴ്സ് വിച്ച് എവർ ദ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ ദ പ്രോബ്ലം ഇസ് നമുക്ക് അൺഏബിൾ ടു വർക്ക് പ്രോപ്പർലി. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്ട്രൈക്ക് ഇസ് കണ്ടിന്യൂയിങ് ഫോർ ജെന്യുവിൻ ഡിമാൻഡ്സ്. സെക്കൻഡ് കാര്യം, നമുക്ക് എത്ര നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ചാലും പൈസ ഇല്ല. എക്വിപ്മെന്റ് വാങ്ങിക്കാൻ പൈസ ഇല്ല, റിയേജൻസ് നടക്കാൻ പൈസ ഇല്ല. അതൊന്ന് കണ്ടിന്യൂ ചെയ്ത് ഹൈ ക്വാളിറ്റിയിൽ പോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. നമ്മളെല്ലാം CME അറ്റൻഡേയും വർക്ക്ഷോപ്പ് അറ്റൻഡേയും കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ട് സ്കില്ലിങ്ങനെ കൂട്ടി എടുക്കുന്നു. പക്ഷെ അതിനുള്ള ഒരു വർക്കിംഗ് വിത്തൗട്ട് ഒരു ഡിഫിക്കൽട്ടി, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം മെഡിക്കൽ കോളേജസിൽ. ഇത് ഈ കുറേ പുതിയ മെഡിക്കൽ കോളേജസ് ഉണ്ടാക്കി വെച്ചിട്ട് ഇനി എല്ലാ പൈസ ഇപ്പോൾ അങ്ങോട്ടാണ് ഇത്ര പോകുന്നത്. ഞങ്ങളുടെ സ്റ്റാഫ് ഒരു ഡെയിലി 3-4 hours ഓഫീസ് കയറി ഇറങ്ങിയിട്ട് വേണം ഞങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള റിയേജൻറ്റും മറ്റ് കൺസ്യൂമബിൾസും വാങ്ങിക്കാൻ. പറഞ്ഞിട്ട് കാര്യമില്ല, ആരോട് പറയണമെന്നില്ല, ഫണ്ടില്ല എന്നാണ് കോൺസ്റ്റന്റ് ഒരു റിപ്ലൈ. പിന്നെ മെയിൻ്റനൻസ് ഓഫ് എനി ബിൽഡിംഗ് അത് ചെയ്യേണ്ടത് PWD ആണ്. പക്ഷെ PWD ഒന്ന് റെയിനിങ് ചെയ്യാൻ ആർക്കും അറിയില്ല. അവരൊരു 1 lakh വേണ്ട സ്ഥലത്ത് കുറേ ലക്ഷങ്ങൾ അതിൽ കൂടുതലായിട്ട് ആണ് പറയുന്നത്. ഇതൊക്കെ ആരാ നോക്കേണ്ടതെന്ന് നമുക്കറിയില്ല. പക്ഷെ PWD ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം ദാറ്റ് ദേ ആർ കോൺസ്റ്റന്റ്ലി ദേ ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റനൻസ് ഓഫ് ദ ബിൽഡിംഗ്, പെയിന്റിംഗ്, വാട്ട് എവർ, പൈപ്പ് മെയിൻ്റനൻസ്. എന്തായാലും ഒരു എഫേർട്ട് വലുതായിട്ട് എടുക്കേണ്ടി വരാതെ അവരാണ് ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് ചെയ്യേണ്ടത്. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഫാക്കൽറ്റിയും കൺവീനിയൻസും തന്നാൽ we can run medical colleges properly.